അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലെങ്കിൽ നിങ്ങൾ സാക്ഷികളായിരുന്നുവോ യാക്കൂബിൻ്റെ മരണം അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ? രണ്ടാമത്തെ സൂറത്ത് 133 ആയത്ത്. ഇത് നമ്മൾ കുറച്ച് മുമ്പുള്ള ഹദീസിൽ കണ്ടിരുന്നു. 3374. അം കുൻതും ശുഹദാ ഇദ് ഹദറ യാക്കൂബൽ മൗത്ത്. അൽ-ബഖറ 133. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആദരണീയരായ ആളുകൾ എന്ന് പറയുന്നത് ആദരണീയരുടെ മക്കളാകുന്നു, അതായത് യൂസുഫാകുന്നു, യാക്കൂബിൻ്റെ മകൻ, ഇസ്ഹാഖിൻ്റെ മകൻ, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മകൻ. عن ابن عمر رضي الله عنهما عن النبي صلى الله عليه وسلم أنه قال لا كريم ابن الكريم لابن الكريم لابن الكريم يوسف ابن يعقوب ابن إسحاق ابن إبراهيم عليه السلام. അള്ളാഹു തആലയുടെ വചനം, തീർച്ചയായും യൂസുഫിലും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരിലും നിങ്ങൾക്ക് അടയാളങ്ങളുണ്ട്. അതായത് തെളിവുകൾ, പ്രമാണങ്ങൾ, വചനങ്ങൾ, പാഠങ്ങൾ, അടയാളങ്ങൾ, വെളിപാടുകൾ. ഇതൊക്കെ ആരൊക്കെ ചോദിക്കുന്നുവോ അവർക്ക്, അതായത് അറിയണം എന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നന്നാവണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ചോദിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് യൂസുഫിലും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരിലും ഒരുപാട് അടയാളങ്ങൾ ഉണ്ട്. 12-ാമത്തെ സൂറത്ത് 7-ാമത്തെ ആയത്ത്. ഖൗലില്ലാഹി തആല ലഖദ് കാന ഫീ യൂസുഫ വഇഖ്വതിഹി ആയാതുൽ ലിസ്സായിലീൻ. യൂസുഫ് 7. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ആരാണ് ഏറ്റവും ആദരണീയനായ മനുഷ്യൻ? അദ്ദേഹം മറുപടി പറഞ്ഞു, അത് അള്ളാഹുവിനെ ഭയക്കുകയും അവനോടുള്ള കർത്തവ്യങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുകയും ചെയ്യുന്നവൻ ആകുന്നു. അപ്പോൾ ആളുകൾ പറഞ്ഞു, അതിനെപ്പറ്റി അല്ല ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏറ്റവും ആദരണീയനായ മനുഷ്യൻ യൂസുഫാകുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. അത് ഒരു അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മകനാണ്, വേറൊരു അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മകനാണ്, വേറൊരു അള്ളാഹുവിൻ്റെ ഖലീലിൻ്റെ മകനാണ്. ഖലീൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. അപ്പോൾ ആളുകൾ പറഞ്ഞു, അതിനെപ്പറ്റിയും അല്ല ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ലോഹത്തിൻ്റെ ആരംഭം, അതായത് അറബികളുടെ കാര്യമാണോ? ആളുകൾ ലോഹങ്ങൾ പോലെയാകുന്നു, അതായത് പല രീതിയിലുള്ള ഉത്ഭവം അല്ലെങ്കിൽ തുടക്കം അവയ്ക്ക് ഉണ്ട്, പല സ്വഭാവവും ഉണ്ട്. അവരിൽ ഏറ്റവും നല്ലവർ എന്ന് പറയുന്നത് ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലവരായിരുന്നവരും പിന്നീട് ഇസ്ലാമിൽ ഏറ്റവും നല്ലവരായിരുന്നവരും ആണ്. അവർക്ക് ആവശ്യത്തിന് അറിവും കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ നേടിയിട്ടുണ്ട്. عن أبي هريرة رضي الله عنه سئل رسول الله صلى الله عليه وسلم من أكرم الناس قال أتقاهم لله قالوا ليس عن هذا نسألك قال فأكرم الناس يوسف نبي الله ابن نبي الله ابن خليل الله قالوا ليس عن هذا نسألك قال فعن معادن العربي تسألونني الناس معادن خيارهم في الجاهلية خيارهم في الإسلام إذا فقهوا. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞതായിട്ട്, അബൂബക്കറിനോട് ഉത്തരവിടുക ആളുകളെ നമസ്കാരത്തിൽ നേതൃത്വം കൊടുക്കുന്നതിന്. അവർ മറുപടി പറഞ്ഞു, അബൂബക്കർ ഒരു മൃദുല ഹൃദയനാണ് മനുഷ്യനാണ്. അദ്ദേഹം താങ്കളുടെ സ്ഥാനത്ത് നിന്നാൽ കരയാൻ തുടങ്ങും, അതായത് നിസ്കരിക്കാൻ നേതൃത്വം കൊടുക്കാൻ പറ്റില്ല, അവിടെ നിന്ന് കരച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, നിസ്കാരം നടക്കൂല എന്നാണ് പറയുന്നത്. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതി തുടങ്ങിയ കരയുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഉത്തരവ് വീണ്ടും ആവർത്തിച്ചു, അവർ അതേ മറുപടി വീണ്ടും ആവർത്തിച്ചു. ഇതിൻ്റെ റിപ്പോർട്ടർമാരിൽ ഒരാളായ ശോഭ പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3-ാമതോ 4-ാമത്തെയോ തവണ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറയുന്നത് യൂസുഫിൻ്റെ സഹചാരിണികളായ സ്ത്രീകളെ പോലെയാകുന്നു. അബൂബക്കറിനോട് നമസ്കാരത്തിന് ഇമാമായി നിൽക്കാൻ ഉത്തരവിടൂ എന്ന് വീണ്ടും ദേഷ്യത്തോടു കൂടി പറഞ്ഞു. ഇതിൽ യൂസുഫിൻ്റെ സ്ത്രീകൾ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ മനസ്സിലൊന്ന് വയ്ക്കുകയും വേറൊന്ന് പുറത്തു പറയുകയും ചെയ്യുമായിരുന്നു. ഉദാഹരണമായി പറയുന്നത്, യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി നാണം കെട്ട് അറിയാതെ കൈമുറിച്ച് കളഞ്ഞു. അവർ കൈമുറിച്ചതിൻ്റെ വേദന പോലും അവർ അറിഞ്ഞില്ല, കാരണം അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം അത്രയധികം ഉണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹ മുരി അബൂബക്കറിൻ യുസല്ലി ബിന്നാസ് ഖാലത്ത് ഇന്നഹു റജുലുൻ അസീഫുൻ മതായഖും മഅമക റഖൻ
فعادت قال شعبة فقال في الثالثة أو الرابعة إن كنا صواحب യൂസുഫ് മൂറു അബാബക്കർ. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതാവസാനത്തോട് വരുന്ന സമയങ്ങളിലാണ്. അദ്ദേഹത്തിന് രോഗമായിട്ട് നിസ്കരിക്കാൻ വരാൻ പറ്റുന്നില്ല, ഇമാമായി നിൽക്കാൻ. അപ്പോൾ അദ്ദേഹം മുറിയിൽ കിടക്കുകയോ ശാരീരിക്കുകയോ കിടക്കുകയോ ചെയ്യുന്നു, വയ്യ, തീരെ വയ്യ. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ്. അബൂ മൂസ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബൂബക്കറിനോട് ഉത്തരവിടൂ ആളുകളെ നമസ്കാരത്തിൽ ഇമാമായി നിന്ന് നമസ്കരിപ്പിക്കുന്നതിന്. ആയിഷ പറഞ്ഞു, അബൂബക്കർ മൃദുല ഹൃദയനായ ഒരു മനുഷ്യനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഉത്തരവ് ആവർത്തിച്ചു. അവർ അതേ മറുപടിയും ആവർത്തിച്ചു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, അബൂബക്കറിനോട് ഉത്തരവിടൂ, നിങ്ങൾ എല്ലാവരും, അതായത് സ്ത്രീകൾ, യൂസുഫിൻ്റെ സഹാബികളായ സ്ത്രീകളെ പോലെയാകുന്നു, അല്ലെങ്കിൽ യൂസുഫിൻ്റെ കൂട്ടുകാരായ സ്ത്രീകളെ പോലെയാകുന്നു. അതിനുശേഷം അബൂബക്കർ ആളുകളെ നമസ്കാരത്തിൽ ഇമാമായി നിന്ന് നമസ്കരിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തിൽ. അപ്പോൾ അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നവർ പിന്നെ മിക്കവാറും അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു ഇമാം. عن أبي بردة ابن أبي موسى عن أبيه قال مرض النبي صلى الله عليه وسلم فقال مروا أبا بكر فليصلي بالناس. فقالت عائشة إن أبا بكر رجل كذا فقالت مثله فقال مروا أبا بكر فإن كنا صواحب يوسف. فأما أبو بكر في حياة النبي صلى الله عليه وسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അല്ലയോ അല്ലാഹുവേ, അയ്യാശ് ഇബ്നു അബീ റബീഅയെ നീ രക്ഷിക്കണമേ അക്രമകാരികളുടെ അന്യായ പ്രവൃത്തികളിൽ നിന്നും. അല്ലയോ അല്ലാഹുവേ, സലമ ഇബ്നു ഹിഷാമിനെ നീ രക്ഷിക്കണമേ. അല്ലയോ അല്ലാഹുവേ, അൽ വാലിദിനെ രക്ഷിക്കണമേ. അല്ലയോ അല്ലാഹുവേ, വിശ്വാസികളിലെ ഏറ്റവും കഴിവില്ലാത്തവരായ ആളുകളെ നീ രക്ഷിക്കണമേ. അല്ലയോ അല്ലാഹുവേ, നിൻ്റെ ശിക്ഷ മുദർ ഗോത്രത്തിനു മേൽ വർഷിപ്പിക്കണമേ. അല്ലേ അല്ലാഹുവേ, അവരെ നീ വർഷങ്ങളോളം വരൾച്ച കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കണമേ. എങ്ങനെയാണോ യൂസുഫിൻ്റെ ആളുകളെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് നീ വരൾച്ച കൊണ്ട് ശിക്ഷിച്ചത്, അതുപോലെ. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم اللهم أنجي عياش ابن أبي ربيعة اللهم أنجي سلمة ابن هشام اللهم أنجي الوليد اللهم أنجي المستضعفين من المؤمنين اللهم اشتد وطأتك على مضر اللهم اجعلنا سنين كسني يوسف. ഇതിലെ ഒരു ദുആ നമുക്ക് പഠിക്കാവുന്നതുണ്ട്. അപ്പോൾ ആരെങ്കിൽക്കൊക്കെ നല്ലത് വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ അപകടത്തിൽ നിന്ന് ഒഴിവാക്കണം, ബുദ്ധിമുട്ടിൽ നിന്ന് ഒഴിവാക്കണം, പരീക്ഷണങ്ങളിൽ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അല്ലാഹുമ്മ അഞ്ചി ഇന്നയാൾ എന്ന് പറഞ്ഞാൽ മതി. അല്ലാഹുമ്മ അഞ്ചി അഹീന്നോ, എൻ്റെ സഹോദരനെ നീ കാത്തോളേന്നോ, അല്ലെങ്കിൽ സൗജത്തീന്നോ, എൻ്റെ ഭാര്യയെന്നോ, അല്ലെങ്കിൽ ബനാത്തീന്നോ, എൻ്റെ പെൺകുട്ടികളെ അല്ലെങ്കിൽ മക്കളെ എന്നോ ഒക്കെ പറയാവുന്നതാണ്. അതൊരു ദുആയാണ്. പിന്നെ കഴിവില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യേണ്ടതാണ് മുസ്ലിങ്ങളിലെ. അല്ലാഹുമ്മ അൻജിൽ മുസ്തദഅഫീന മിനൽ മുഅ്മിനീൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അല്ലാഹു ലൂത്തിന് മേൽ കരുണ കാണിക്കട്ടെ, തീർച്ചയായും അദ്ദേഹത്തിന് ചാരി നിൽക്കാൻ അതിശക്തമായ ഒരു സഹായി അല്ലെങ്കിൽ ചാര് ഉണ്ടായിരുന്നു. ഞാനെങ്ങാനും അത്രയും കാലം ജയിലിൽ കിടന്നിരുന്നുവെങ്കിൽ, അതായത് എത്ര കാലമാണോ യൂസുഫ് ജയിലിൽ കിടന്നത് അത്രയും കാലം, അവർ എനിക്ക് വേണ്ടി വച്ചു നീട്ടിയ സ്വാതന്ത്ര്യം ഞാൻ സ്വീകരിക്കുമായിരുന്നു. തീർച്ചയായും ഞാനത് സ്വീകരിക്കുമായിരുന്നു. മുമ്പ് നമ്മൾ 1372 കണ്ടതാണ്. ആദ്യം ലൂത്ത് നബിയുടെ കാര്യവും രണ്ടാമത്തെ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ കാര്യമാണ് പറയുന്നത്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യർഹമുല്ലാഹു ലൂത്ത ലഖദ് കാന യഅവി ഇലാ റുക്നിൻ ശദീദ് വലൗ ലബിസ്തു ഫി സിജ്നി മാ ലബിസ യൂസുഫു തുമ്മ താനി അദ്ദാഇ ല അജബ്തു. മഷ്റൂഖ് വിശദീകരിക്കുന്നു, ഞാൻ ഉമ്മു റുമാനോട് ചോദിച്ചു, അതായത് ആയിഷയുടെ ഉമ്മയാണ്. ആയിഷയുടെ എതിരെ ആളുകൾ മെനഞ്ഞുണ്ടാക്കിയ കള്ളക്കഥ അല്ലെങ്കിൽ കള്ള ആരോപണം, വലിയൊരു സംഭവം നടന്നിട്ടുണ്ട്. വളരെ ചീത്ത കാര്യം ഇസ്ലാമിലെ തന്നെ സഹാബാക്കൾ പറഞ്ഞുണ്ടാക്കിയാണ്. സഹാബികളുടെ കാലത്ത്, റസൂലിൻ്റെ കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ഒരു വ്യഭിചാരക്കുറ്റം ആരോപിച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് ഈ പറയുന്നത്. അവരപ്പോൾ മറുപടി പറഞ്ഞു, ഞാൻ ആയിഷയോടൊപ്പം ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു അൻസാരി സ്ത്രീ ഞങ്ങളുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, ഇന്നയാളെ അള്ളാഹു നശിപ്പിച്ച് കളയട്ടെ. ഞാനപ്പോൾ അവരോട് ചോദിച്ചു, നീ അങ്ങനെ പറയാൻ കാരണം എന്താണ്? അപ്പോൾ അവർ മറുപടി പറഞ്ഞു, അയാൾ ഇന്ന കഥ പറഞ്ഞുകൊണ്ട് ആയിഷയെ താറടിക്കുന്നു അല്ലെങ്കിൽ നാവാടുന്നു. അത് ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. നാട് മുഴുവൻ പറഞ്ഞ് പരത്തി വ്യഭിചാരക്കുറ്റം റസൂലിൻ്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ഉമ്മുൽ മുഅ്മിനാത്ത്, നമ്മളുടെയൊക്കെ മാതാവാണ്, റസൂലിൻ്റെ കാലത്ത് നടന്ന സംഭവമാണ്.
അപ്പോൾ അവർ ചോദിച്ചു എന്ത് കഥ? അപ്പോൾ ആ സ്ത്രീ അവരോട് സംഭവം മുഴുവൻ വിശദീകരിച്ച് പറഞ്ഞു. ആയിഷ ചോദിച്ചു, അബൂബക്കറും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം അറിഞ്ഞോ, അല്ലെങ്കിൽ അവർ ഈ കഥ കേട്ടോ? അവർ പറഞ്ഞു ഉവ്വ. അത് കേട്ടപ്പോൾ ആയിഷ ബോധം കെട്ട് വീണു. അവർക്ക് ബോധം വന്നപ്പോൾ അവർക്ക് കടുത്ത പനിയും വിറയലും ആയിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. എന്നിട്ട് ചോദിച്ചു അവൾക്ക് എന്താണ് കുഴപ്പം. അവൾക്ക് ഭയങ്കര പനിയാണ്, നാട്ടിൽ നടക്കുന്ന കഥയെപ്പറ്റി അറിഞ്ഞപ്പോൾ പിടിച്ച പനിയാണത്. ആയിഷ എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു ആണേ, ഞാൻ സത്യം ചെയ്താലും നിങ്ങൾ എന്നെ വിശ്വസിക്കുകയില്ല. ഞാനൊരു ഒഴിവ് കഴിവ് മുന്നോട്ട് വച്ചാൽ നിങ്ങൾ എന്നെ അതിൽ നിന്ന് ഒഴിവാക്കുകയില്ല. എൻ്റെ ഉദാഹരണവും നിങ്ങളുടെ ഉദാഹരണവും എന്ന് പറയുന്നത് യാക്കൂബിൻ്റെ മക്കളുടെ ഉദാഹരണം പോലെയാകുന്നു. ഈ നുണയിൽ അള്ളാഹുവിൻ്റെ മാത്രം സഹായമേ തേടാൻ പറ്റൂ. അതിൽ ഇങ്ങനെ വിശദീകരിക്കുന്നു. 12-ാമത്തെ സൂറത്ത് 18-ാമത്തെ ആയത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പോയി. അള്ളാഹു ഒരു ആയത്ത് അവതരിപ്പിച്ചു ഈ സംഭവവുമായി ബന്ധപ്പെട്ടത്. അത് കേട്ടപ്പോൾ ആയിഷ പറഞ്ഞു, അള്ളാഹുവിന് മാത്രം നന്ദി, വേറെ ആർക്കും ഇല്ല. അൻ മസ്റൂഖിൻ ഖാല സഅൽതു ഉമ്മ റുമാന വഹിയ ഉമ്മു ആയിഷത ലമ്മാ ഖീല ഫീഹാ മാ ഖീല قالت بينما أنا مع عائشة جالستان إذا ولجت علينا امرأة من الأنصار وهي تقول فعل الله بفلان وفعل. قالت فقلت لما؟ قالت إنه نمي ذكر الحديث. فقالت عائشة أي حديث؟ فأخبرتها. قالت فسمعت أبو بكر ورسول الله صلى الله عليه وسلم. قالت نعم. فخرت مغشيا عليها فما أفاقت إلا عليها حمي بنافضي. فجاء النبي صلى الله عليه وسلم فقال ما لهذا؟ قلت حم أخذتها من أجل حديث تحدث به. فأخذت فقالت والله لئن حلفت لا تصدقونني ولئن اعتذرت لا تعذرونني. فمثلي ومثلكم كمثل يعقوب وبنيه والله المستعان على ما تصفون. فانصرف النبي صلى الله عليه وسلم فانزل الله ما أنزل فأخبرها فقالت بحمد الله لا بحمد أحد. ഉർവ വിശദീകരിക്കുന്നു, ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, ഈ പറയുന്ന ആയത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന്. അവരെ തടയപ്പെട്ടിരിക്കുന്നു. അതുവരെ റസൂലന്മാർ അവരുടെ മേലുള്ള പ്രതീക്ഷ കൈവിട്ടു. എന്നിട്ട് അവർ വിചാരിച്ചു അവർ തടയപ്പെട്ടിരിക്കുന്നു അവരുടെ ആളുകളാൽ എന്ന്. 12-ാമത്തെ സൂറത്ത് 110-ാമത്തെ ആയത്ത്. ആയിഷ മറുപടി പറഞ്ഞു, തീർച്ചയായും അവരുടെ ആളുകൾ തന്നെ അവരെ തടഞ്ഞു. ഞാൻ ചോദിച്ചു, അള്ളാഹു ആണേ, അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അവരുടെ ആളുകൾ തന്നെ അവരെ നുണയന്മാരായി ചിത്രീകരിച്ചതായിട്ട്. അതൊരു സംശയം ഉണ്ടാക്കേണ്ട കാര്യമേ അല്ലല്ലോ. ആയിഷ പറഞ്ഞു, അല്ലയോ റയ്യ, അതായത് ഉറുവയുടെ വേറൊരു പേരാണ്. അറബികൾക്കൊരു രീതിയുണ്ട്, യാ ചേർത്തിട്ട് കുഞ്ഞാക്കണ ഒരു പരിപാടി. അപ്പോൾ ഉറുവയുടെ പേര് ഉറയ്യ എന്നാക്കി, എന്ന് വെച്ചാൽ കുഞ്ഞുറുവ എന്നൊക്കെ പറയുന്നത് പോലെ ആയിരിക്കും അതിൻ്റെ അർത്ഥം. ഉമറിനെ ഉമൈർ എന്നാക്കാറുണ്ട്. ഇടയ്ക്കൊരു യായം കയറ്റി കഴിയുമ്പോൾ ഉമ്മറൂട്ടി എന്നൊക്കെ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ഉമ്മർ കുഞ്ഞ്, കുട്ടി കുഞ്ഞ് ഒക്കെ നമുക്കുള്ളതാണ്. അപ്പോൾ അതുപോലത്തെ ഒരു രീതിയാണ് അറബികളുടെ പേരിൻ്റെ അല്ലെങ്കിൽ വാക്കിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് കയറ്റി ഒരു യാ ഇട്ട് കഴിയുമ്പോൾ അത് കുഞ്ഞായി പോകും. ഉമൈർ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഉമർ എന്നാണ് അർത്ഥം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉമ്മർ കുട്ടി. അപ്പോൾ അതുപോലെ ഉറയ്യ എന്ന് പറയണം, അതായത് ഉറുവ കുഞ്ഞ് എന്നുള്ള പോലെ. സംശയമില്ല അവർ തീർച്ചയായും അതിനെപ്പറ്റി ഉറപ്പുള്ളവർ ആയിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ആയത്ത് അപ്പോൾ ഇങ്ങനെ ഓതാമോ? അപ്പോൾ അതിൻ്റെ അർത്ഥം ശരിയായി വരുമോ? അതായത് റസൂലന്മാർ വിചാരിച്ചു അള്ളാഹു അവരെ സഹായിച്ചില്ല എന്ന്. ആയിഷ പറഞ്ഞു, അള്ളാഹ് ആക്കട്ടെ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം റസൂലന്മാർ ഒരിക്കലും അവരുടെ രക്ഷിതാവിനെ സംശയിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കാര്യത്തിൽ. അതായത് അള്ളാഹുവിൻ്റെ സഹായം വരില്ല എന്ന് ഒരു നബിയും ഒരു കാലത്തും വിചാരിക്കില്ല. അവർക്കറിയാതെ വരും, അതിൻ്റെ സമയമാകുമ്പോൾ വരും എന്നുള്ളത്. ഈ ആയത്ത് ആ റസൂലന്മാരുടെ പിന്തുടർച്ചക്കാരെ പറ്റി പറയുന്നതാകുന്നു. അവർക്ക് അവരുടെ രക്ഷിതാവിൽ വിശ്വാസം ഉണ്ടായിരുന്നു, അവർ അവരുടെ റസൂലന്മാരിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവരുടെ പരീക്ഷണ കാലഘട്ടം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപാട് കാലം പരീക്ഷിച്ചിട്ടുണ്ടാവും. അങ്ങനെ അള്ളാഹുവിൻ്റെ സഹായം താമസിച്ചു. റസൂലന്മാരെ അവരുടെ ഇടയിൽ ബാക്കിയുള്ള അവിശ്വാസികളെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നതിൽ, ദഅവ ചെയ്യുന്നതിൽ, മതപരിവർത്തനം നിർത്തുന്നത് വരെ എത്തി. അതായത് ഇസ്ലാം പ്രചരണം നിന്നു ആ നാട്ടിൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ആ പ്രവാചകന്മാർ വിശ്വസിച്ചു. അവിടുത്തെ ആളുകൾ ഈ പ്രവാചകന്മാരെ കള്ളന്മാരെ നുണയന്മാരായിട്ടാണ് കാണുന്നത്. അതിനാലാണ് അള്ളാഹു അവരെ സഹായിക്കാൻ വേണ്ടി വന്നത്.
ഇത് 6-ാമത്തെ വാല്യത്തിൽ 4695 വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അഖ്ബർനി ഉർവത്തു അന്നഹു സഅല ആയിഷത റളിയല്ലാഹു അൻഹ സൗജൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഅയ്തി ഖൗലല്ലാഹി ഹത്താ ഇദാ ഇസ്തൈഅസ الرسل വظنوا അന്നഹും ഖദ് കുദിബു ഔ كذبوا قالت بل كذبتم قومهم فقلت والله لقد استيقنوا أن قومهم كذبوهم وما هو بظني فقالت يا عرية لقد استيقنوا بذلك قلت فلعلها أو كذبوا قالت معاذ الله لم تكن الرسل تظن ذلك بربها وأما هذه الآية قالت هم أتباع الرسل الذين آمنوا بربهم وصدقوهم وطال عليهم البلاء واستأخر عنكم النصر حتى إذا استيأست ممن كذبوهم من قومهم وظنوا أن إتباعهم كذبوهم جاءهم نصر الله. ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നു, ആ ആയത്തിൽ ഉണ്ടായിരുന്ന വാക്ക് അതിനെ കുദിബു എന്നോ പറയാവുന്നതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ തഫ്സീർ ഉണ്ടാക്കിയപ്പോൾ അഭിപ്രായ വ്യത്യാസം വന്നത്. അല്ലെങ്കിൽ ആ വാക്ക് കുദിബു അല്ലെങ്കിൽ കുദിബു കളവ് തന്നെയാണ്, പക്ഷേ കളവാക്കി അല്ലെങ്കിൽ കള്ളന്മാരാക്കി എന്നൊക്കെയുള്ള ചെറിയ വ്യത്യാസം വരാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം ഉണ്ടായതും ആയിഷ റളിയല്ലാഹു അൻഹ അടുത്ത് ചോദിച്ചതും. അപ്പോൾ വലിയ തഫ്സീർ പണ്ഡിതന്മാരൊക്കെ ചെന്ന് അവസാനം എത്തുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്താണ്. അലി ഇബ്നു അബ്ബാസ്, ഇബ്നു ഉമർ ഇവരുടെയൊക്കെ അടുത്താണ്. അപ്പോൾ അതായത് അത്ര വലിയ സ്ഥാനമായിരുന്നു പാണ്ഡിത്യത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.